പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ ഉസ്താദേ ഞങ്ങളെ അല്ലാഹു വല്ലാതെ പരീക്ഷിക്കുന്നല്ലോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് പടച്ചവനെ അതാ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് ദുരന്തങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ക്യാൻസർ രോഗം പിടിച്ചവരുണ്ട്, കിഡ്നി തകർന്ന് കിടക്കുന്നവരുണ്ട്, അല്ലാഹുവേ ശരീരം തളർന്ന് കിടക്കുന്നവരുണ്ട്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്, വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട്, പടച്ചവരെ സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നടുവിലൂടെയാണ് ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കുന്നത്. എല്ലാവരും കരുതിയിരിക്കുകയാ, അല്ലാ പടച്ചവൻ എനിക്ക് ഈ വേദനകളും ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് അല്ലാഹു തരുന്നത് അല്ലാഹുവിന് എന്നോട് എന്തോ ദേഷ്യമുള്ളത് കൊണ്ടാ. നമ്മളിൽ പലരും കരുതുന്നത് പടച്ചവൻ എനിക്ക് രോഗം തരുന്നത്, എനിക്ക് ക്യാൻസർ തന്നത്, എനിക്ക് മക്കളെ തരാത്തത്, എനിക്ക് വീട് തരാത്തത്, എന്റെ ശരീരം തളർത്തിക്കളഞ്ഞത്, എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്താത്തത് എന്നോട് പടച്ചവന് വല്ലാത്ത ദേഷ്യമുള്ളത് കൊണ്ടാ, അല്ലാഹു എന്നെ വെറുപ്പുള്ളത് കൊണ്ടാ എന്ന് പലരും കരുതുന്നുണ്ട്, എന്ന് പലരും കരുതുന്നുണ്ട്. എങ്കിലെന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരിക്കലും നീ അങ്ങനെ കരുതാ പാടില്ല, ഒരിക്കലും നീ അങ്ങനെ കരുതാ പാടില്ല. 5 നേരം നിസ്കരിച്ചുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ നൽകിയാൽ 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ, എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നിലോടി നടക്കുന്ന യുവത്വേ, പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് നിന്നോടുള്ള വെറുപ്പുള്ളത് കൊണ്ടല്ലടാ ചെറുപ്പക്കാരാ, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹു നിന്നെ വെറുപ്പായത് കൊണ്ടല്ല, അല്ലാഹു നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല. അല്ലാഹുക്ക് നിന്നെ കണ്ണുനീരുകൾ കുടിപ്പിച്ചിട്ട് അല്ലാഹുവിനെ സന്തോഷിക്കാൻ വേണ്ടിയല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? കണ്ടുപിടിച്ചവരെയല്ല, വ്യഭിചരിച്ചവരെയല്ല, പലിശ തിന്നവരെയല്ല, ശിർക്ക് ചെയ്തവരെയല്ല. അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ഈസാ നബിയും. അല്ലാഹുവേ, ഈ കണക്കുന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആ പ്രവാചകന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആ പ്രവാചകന്മാർക്ക്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു കണ്ണുനീര് കുടിപ്പിച്ചതാരെയാ? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങള്, ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചത് ആരെയാണ്? ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ആരെയാണ്? അത് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത്. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്ന് ചരിത്രം അവിടെ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ചറപ്പിന് വെറുപ്പുള്ളത് കൊണ്ടാണെന്ന്, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്കോ നിങ്ങൾക്കോ മരിക്കുന്ന കാലം വരെ പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ലാഹുവിന് ഏറ്റവും
ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ, സ്നേഹം കൂടിയത് കൊണ്ടാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, സ്നേഹം കൂടിയാൽ അല്ലാഹു കണ്ണുനീര് കുടിപ്പിക്കുമോ? അടുത്ത ചോദ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് നമുക്ക് ഈ ദുരന്തങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹ് നമ്മളോട് കാണിക്കുന്നത് അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ്. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു പരീക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, നമ്മുടെ സ്നേഹം അളക്കുന്നതിന് വേണ്ടിയാ, നമുക്ക് അള്ളാഹു സ്വർഗം തരാൻ വേണ്ടിയാണ് പരീക്ഷിക്കുന്നതെന്ന് നബിയിന റസൂലുള്ളാഹി. അള്ളാഹ്ക്ക് സ്വർഗം തരണ്ടേ, പിന്നെ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റൂലല്ലോ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റില്ലല്ലോ. നിനക്ക് അള്ളാഹു സ്വർഗം തരണമല്ലോ, നിനക്ക് അള്ളാഹു സ്വർഗം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ സ്വർഗം തരണമെങ്കിൽ നീ എന്തെങ്കിലും അമല് ചെയ്യണമല്ലോ. നിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ വരുമ്പോൾ അള്ളാഹു ചില പരീക്ഷണങ്ങൾ നിനക്ക് തന്നിട്ട് അള്ളാഹു നിന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്, കണ്ണുനീര് കുടിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിട്ട് അതിന് പകരമായിട്ട് അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹു തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഏത് പരീക്ഷണങ്ങളാണ് അല്ലാഹു തരുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അവിടുന്ന് അള്ളാന്റെ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എണ്ണി പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്ത പ്രവാചകന് മുത്തുനബിയാണല്ലോ. അല്ലാഹുവേ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു, ഉമ്മാനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി, തനിക്ക് താങ്ങുമ തണലുമായി നിന്ന ഒരുപാട് പേരങ്ങ് പോയല്ലോ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയല്ലോ. എന്തിന്? വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ. നിങ്ങൾ ചരിത്രമെടുത്തു നോക്കൂ. ഈ ചരിത്രങ്ങൾ കേട്ട് കഴിയുമ്പോ നമ്മൾ ഇവിടെ ഇരുന്ന് കൊണ്ട് പടച്ചവരോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, എനിക്കൊരു പ്രയാസവുമില്ല തമ്പുരാന്, എനിക്കൊരു പരാതിയുമില്ല അല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണ്. ഇവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിന് നമ്മൾ സ്തുതിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ, അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. പടച്ചവനെ, ജീവിക്കാൻ തന്നെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, പടച്ചവന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചിരുന്നത് ആരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. നമ്മളൊക്കെ എന്ത് ഭയമാ സഹോദരാ, ഞാനും നിങ്ങളും എന്ത് പീഡന
പീഡനങ്ങളാ അനുഭവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? പടച്ചവനെ, എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്, എവിടെ നോക്കിയാലും അക്രമങ്ങളാണ്. അവരാരും കൊല ചെയ്തതിന്റെ പേരിലല്ല, രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒറ്റ കാരണത്തിന്റെ പേരില്, മുസ്ലിമായി പോയതിന്റെ പേരില് പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ ഇട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാ. ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പോലെ പടച്ചവരെ എത്രയോ പേടിച്ചിരുന്നു. ശത്രുക്കളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് നോട്ടമിട്ടിരുന്നത്. ഇങ്ങനെയും പ്രവാചകനെ വധിച്ചു കളയണമല്ലോ. നിങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ ഓരോ സഹാബികൾ കടന്നു വന്നിട്ട് നിലവിളിക്കുന്നു, നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, പീഡനങ്ങളാണ് നബിയേ. പ്രവാചകന്റെ മുന്നിലിട്ടാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, മുസ്അബിന്റെ ചരിത്രം അറിയുമല്ലോ, ബിലാൽ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ, അബൂ ഹുറൈറയുടെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ, എത്രയോ സഹാബത്ത് പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യും നബിയേ? എത്രയോ പേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞല്ലോ, എത്രയോ പേരെ കൊന്നുകളഞ്ഞല്ലോ. എല്ലാവരും പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് പരാതി പറഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു പറയണം? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ ഹിജ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പോലും അവിടെ നിന്ന് തീരുമാനിച്ചപ്പോ ഇബ്ലീസ് വന്നിട്ടല്ലേ ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നാട് വിടാൻ പോകുന്നു എന്ന് ഇബ്ലീസ് വന്ന് പറയുമ്പോ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്നവര് എല്ലാവർക്കും പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനാ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്? പൗരത്വം എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, നൂഹ് നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂനുസ് നബിയുടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനു മനുഷ്യ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗരത്വം വരെ നഷ്ടപ്പെട്ടല്ലോ. ഇതൊക്കെ വെറുതെയല്ല പറഞ്ഞു തന്നത്. അൻസാരിയായ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് മക്കയിൽ നിന്ന് മുഹാജിരീങ്ങളായ സ്വഹാബത്ത് പൗരത്വം നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങള് ഉസ്താദന്മാര് പിരിക്കാൻ പറഞ്ഞതല്ല, കേട്ടു സുഖിക്കാൻ പറഞ്ഞതല്ല. എടാ, നാളെ നിനക്കും ഇത് കടന്നു വരാനുണ്ട്, നീ തയ്യാറെടുത്തോ, നീ ഒരുങ്ങിക്കോ. ഇതൊക്കെ പഠിച്ച് നിന്റെ ഈമാനിനെ ഉറപ്പിച്ചോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതല്ല, ഹദീസിന്റെ കിതാബുകളിൽ വെറുതെ എഴുതി വെച്ചതല്ല, ചരിത്രങ്ങളെ വായിക്കുന്നത് പോലെ വായിച്ച് കളയാറല്ല. ഇതൊക്കെ നിനക്ക് പാഠമാ സഹോദരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ അകത്തിരിക്കുകയാണ്. അലിയാര് തങ്ങൾ മുത്തുനബിയുടെ കൂടെയുണ്ട്. വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും ശത്രുക്കൾ വലയം ചെയ്തിരിക്കുകയാണ്. പ്രവാചകൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയ മുത്തുനബിയുടെ തല വെട്ടി മുറിക്കാൻ ഉരി പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ മുഴുവനും വീടിന്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് എല്ലാ ശത്രുക്കളും ഓരോ വിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാ വീട് വളർന്നിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, ആദ്യം നീ വിശ്വാസിയാകടാ, ആദ്യം നീ ഈമാനുള്ള മനുഷ്യനാകൂ. പ്രായം കുറെ
നിനക്കായില്ലേ? 40, 50, 60 കൊല്ലം കൊണ്ട് മുസ്ലിമായി നിസ്കരിച്ച് ജീവിക്കുന്നവനല്ലേ? അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനല്ലേ? നിനക്ക് ഇതുവരെ ഈമാൻ ഉറച്ചില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞു, മുത്തി നബിയേ, ശത്രുക്കൾ വീട് വലയം ചെയ്തിരിക്കുകയാണ് നബിയേ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുമോ? അങ്ങ് യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ വാതിൽ തുറക്കുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തല്ലേ? ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ റബ്ബല്ലേടാ ചങ്ങാതി. എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ഖുർആനിലെ ആയത്തോതിയിട്ട് ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി നടന്നു പോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും രാത്രി മുഴുവനും ശത്രുക്കൾ വലഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, അതാ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കുന്നു, അലിയേ, നിനക്ക് പേടിയുണ്ടോ അലിയേ? ഞാൻ കടന്ന സ്ഥലത്ത് നിനക്ക് കടക്കാൻ കഴിയുമോ? അലിയാര് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് എന്തിനാ നബിയെ പേടിയുള്ളത്? ഞാൻ കടക്കാൻ നബിയോ, ഞാൻ കടക്കാൻ നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ പിടിച്ചു കൊടുത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ കവാടം തുറക്കുമ്പോ ഒരു പിടി മണ്ണ് വാരുകയാ. ആറ്റം ബോംബായിരുന്നില്ല, AK-47 ആയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ഒരു പിടി മണ്ണാ വാരിയത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണ് വാരി. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീടിന്റെ വെളിയിലേക്ക് ഒറ്റയേറാ. സുബ്ഹാനല്ലാഹ്, ഊരി പിടിച്ച വാളുമായിട്ട് മുത്തുനബിയുടെ വീട് മുഴുവനും വളർന്നിരുന്നവരുടെ കണ്ണിന്റെ മുന്നിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടിയില്ലടാ ചെറുപ്പക്കാരാ. മുത്തുനബി അവന്മാരുടെ കണ്ണിന്റെ മുകളിലൂടെ, അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ നെഞ്ചു വിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടന്നല്ലോ. മുത്തുനബി അവരുടെ കണ്ണിന്റെ മുന്നിലൂടെയല്ലേ ഇറങ്ങിപ്പോയത്? ഒരാള് പോലും ഒന്നും ചെയ്തില്ലല്ലോ, ഒരാള് പോലും കണ്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതല്ലേടാ പടച്ചറപ്പിനെ വിശ്വസിക്കുന്നവന് പടച്ചറപ്പ് കൊടുക്കുന്ന സഹായമതാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച പടച്ചറപ്പ് പിന്നെ നമ്മളെ കൈവിടൂലല്ലോ.